അദ്ദേഹം ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബിസിനസ് UAE ഗൾഫ് ഭാഗത്താണല്ലോ. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടാവാഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. ഇങ്ങനെ കള്ളത്തരം ചെയ്ത ഒരാളായിരുന്നുവെങ്കിൽ CJ റോയ് വരികയില്ലായിരുന്നു. അദ്ദേഹം ദുബായ് തന്നെ നിൽക്കുമായിരുന്നു. ആ കേസൊക്കെ ഒതുങ്ങി തീർത്തിട്ട് അദ്ദേഹം തിരിച്ച് ബാംഗ്ലൂർക്ക് വരുമായിരുന്നു. പക്ഷേ സത്യസന്ധൻ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അദ്ദേഹം റെയ്ഡിന് സഹകരിക്കുകയും ദുബായിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് എത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് വേണമെങ്കിൽ മുങ്ങി നടക്കാമായിരുന്നു, പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹം ED റെയ്ഡുമായിട്ട് സഹകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം സഹകരിച്ച് 3 ദിവസം തുടർച്ചയായ ഈ ഒരു ഫോഴ്സിലുള്ള ഈ EDക്കാരുടെ ഈ റെയ്ഡിൽ അവരുടെ ക്രൂരമായ പ്രവൃത്തികൾ, അവരുടെ ചോദ്യത്തിൻ്റെ ഉള്ളിൽ പകച്ചു നിന്ന്, അല്ലെങ്കിൽ മാനസികമായിട്ട് അദ്ദേഹത്തിന് അനുഭവിച്ച ആ ഒരു ദുഃഖം, അല്ലെങ്കിൽ ആ മാനസികമായിട്ട് അദ്ദേഹത്തിന് അനുഭവിച്ച അത് താങ്ങാൻ പറ്റാതെ അദ്ദേഹം സ്വയം വെടിവെച്ച് അദ്ദേഹം ജീവൻ വെടിയുകയായിരുന്നു. അതായത് ആ മനുഷ്യൻ്റെ അപ്പോഴത്തെ ഒരു ചിന്ത, ഇത്രയും നാൾ അദ്ദേഹം കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ സൽപ്പേര് ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹം സ്വയം മരിക്കാൻ തീരുമാനിച്ചതായിരിക്കാം. അത് നമ്മുടെ ആ സമയത്തെ നമ്മുടെ മാനസികാവസ്ഥ ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഇത്ര നാൾ അദ്ദേഹം കൊണ്ടു നടന്ന അദ്ദേഹത്തിൻ്റെ സൽപ്പേര് ഒരൊറ്റ നിമിഷം നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് അദ്ദേഹം ചിന്തിച്ചു കാണും. അങ്ങനെ ഒരു ദിവസം ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൽപ്പേര് അവിടെ നഷ്ടപ്പെടും. പിന്നീട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സമയത്ത് ആൾക്കാരെന്താണ് പറയുക? കള്ളക്കേസിൽപ്പെട്ട ആൾ, അയാളുടെ ബിസിനസ്സൊക്കെ തല്ലിപ്പൊളിയാണ്, അയാൾ ആ ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. അതായത് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നാലും ആൾക്കാർ പറയുക അയാൾ ചെയ്തതാണ്, കാശ് കൊടുത്ത് ഒതുക്കി എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പേടിച്ചു. അദ്ദേഹത്തിൻ്റെ സൽപ്പേര് നഷ്ടപ്പെടുമെന്ന് പേടിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു.